ഞാൻ ഈ ബൂത്തിൽ പലതവണ പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയേറെ നീണ്ടൊരു ക്യൂ അന്നൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ആവേശവും ഉത്സാഹവും. നമ്മുടെ ഭാരതം ആ മഹത്തായ രാജ്യത്തെ ഒരു വർഗീയ ഭ്രാന്താലയമാക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ, അതുപോലെ തന്നെ പ്രബുദ്ധമായ നമ്മുടെ കേരളത്തെ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരു ചോരക്കടമാക്കാനുള്ള CPM-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്കെതിരെയുള്ള ശക്തമായ വികാരം. അതുകൊണ്ട് ജനങ്ങൾ ഈ ഇരു ശക്തികൾക്കുമെതിരെ ശരിയായി പ്രതികരിക്കും. അവർക്ക് കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകും. UDF-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വീണ്ടും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ ഒരു മാതൃകാ സംസ്ഥാനമായി പരിപൂർണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ UDF-ന്റെ ഈ നയങ്ങൾക്ക് ഒപ്പം നിൽക്കും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ BJP ശക്തമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. നേമത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വളരെ പിന്നിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവിടുന്ന സ്ഥിതിയുണ്ടായി. ഇത്തവണ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? UDF-ന്റെ വോട്ട് ഒരു കാരണവശാലും ഒരു മാറ്റമുണ്ടാകില്ല. UDF-ന്റെ വോട്ട് വളരെ ശക്തമായി UDF സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തുകയും നേമം ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDF വൻ വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. മതേതര മൂല്യങ്ങൾക്കെതിരെ ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തി രാജ്യത്ത് 2-2.5 വർഷക്കാലം ജനദ്രോഹ ഭരണം നടത്തി ഏറ്റവും അവസാനം കേരളത്തിൽ വന്ന് നമ്മുടെ നാടിനെ അപമാനിക്കാൻ ശ്രമിച്ച, ആ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അതിന് ശ്രമിച്ച കേന്ദ്ര ഭരണകർത്താക്കൾക്കെതിരെയുള്ള ശരിയായ ഒരു വിധിയെഴുത്ത് ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ CPM-ന്റെ ബോംബ് രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം അവരിപ്പോഴും അത് തുടരുന്നു എന്നുള്ള ഒരവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ശക്തികളും നമ്മുടെ സമാധാന ജീവിതത്തിന് തടസ്സമാണ്, വെല്ലുവിളിയാണ്. സമാധാനം നിലനിർത്തി UDF-ന്റെ ഭരണം വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ അതിനുവേണ്ടി വോട്ട് ചെയ്യും. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി UDF മുന്നോട്ട് കുതിക്കുകയാണ്. ഒരു കാരണവശാലും അതല്ല. അത് ഇവിടെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അവർ പോലും പറയില്ലല്ലോ. ഒരാൾക്ക് പോലും പറയാനാവില്ല, അവർക്ക് പോലും പറയാനാവില്ല. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു വികാരമുണ്ട്. അത് കേരളത്തിലെ നിയമസഭയെ നിരന്തരമായി സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധികളെ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ജനാധിപത്യ ശ്രീകോവിലായ നിയമസഭയെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിയമസഭ സ്തംഭനം നടത്തിയ പ്രതിപക്ഷത്തിനെതിരായിട്ടാണ്, ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ശക്തമായൊരു വികാരമുള്ളത്. ആ വികാരവും ജനങ്ങൾക്കൊരു പുതിയ ആവേശം നൽകുന്നുണ്ട്.